ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവിനെ തേടി ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. നാക്കുപിഴവിന് കേസെടുക്കുകയാണെങ്കിൽ വി.ഡി. സതീശനും പിണറായിക്കുമെതിരെ കേസെടുക്കണമെന്ന് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. കേസിന്റെ പേരിൽ ബി.ജെ.പി. റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്നും പരാമർശം. ചാനൽ ചർച്ചയിലെ ഒരു നാക്കുപിഴവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ സംഘടിതമായ രീതിയിൽ പോലീസ് ഗുണ്ടായിസം നടത്തുകയാണ്. ചാനൽ ചർച്ചയിൽ ഒരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. നാക്കുപിഴവ് ഉണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ CPM കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം. പക്ഷെ പ്രിന്റു മഹാദേവനെ വേട്ടയാടി പ്രിന്റു മഹാദേവന്റെ പേരിൽ BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ 2-3 പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിന്റു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഇല്ല. പിന്നെ ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കൂല ഞങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ചാനൽ ചർച്ചയിൽ ബി.ജെ.പി. യുവനേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു പ്രസ്താവന. തുടർന്ന് വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. പ്രിന്റുവിന്റെ പ്രസ്താവന അതീവ ഗൗരവതരമുള്ളതാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് പ്രിന്റുവിനെതിരെ പോലീസ് കേസെടുത്തത്. ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.